സംസ്കൃതം ടെക്സ്റ്റിൽ നമുക്ക് നമ്പേഴ്സ് എഴുതാനുള്ള നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു അല്ലെ. ആ പാഠഭാഗത്തിന്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു നമ്പേഴ്സ്. അപ്പൊ നമ്പേഴ്സ് എങ്ങനെ എഴുതും? 1 to 10 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ എഴുതാൻ വേണ്ടി പഠിച്ചിരിക്കണം. യെസ്, അപ്പൊ നമുക്കൊന്ന് നമ്പേഴ്സിലേക്ക് ഒന്ന് നോക്കാം. യെസ്, എങ്ങനെയാണ്? ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ്, സപ്ത, അഷ്ട, നവ, ദശ. പിന്നെ ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ, പഞ്ചദശ, ഷോഡശ. ഷഡ്ദശ എന്നല്ല പറയുക, ഷോഡശ, സപ്തദശ, അഷ്ടാദശ, നവദശ, വിംശതി. ഇത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മിസ് ഒന്ന് കാണിച്ചു തരാവേ. യെസ്, എഴുതാൻ എളുപ്പമാണ്, പെട്ടെന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. 1 2 3 നമ്മൾ എഴുതുന്നു. 4ലാണ് ചെറിയൊരു മാറ്റം വരുന്നത്. നമ്മൾ എങ്ങനെയാണ് 4 എഴുതുന്നത്? ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ അതുപോലെയല്ല 4 എഴുതേണ്ടത്. 4 നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 4 ഇങ്ങനെ എഴുതണം. 5 എന്ന് പറയുന്നത് 4 കഴിഞ്ഞിട്ടാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5നെ ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് 5 ആണ്. ഓക്കെ, 4 പോലെ എഴുതുന്നത് 5 ആണ്. ഇനി 6 ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത് അല്ലെ. സംസ്കൃതത്തില് 6നെ നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാല് 3 ഇങ്ങനെ എഴുതും. 6 എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് എഴുതുക കേട്ടോ, നേരെ തിരിച്ചിട്ട്. യെസ്, ഇനി അടുത്തത് 7 എന്നുള്ളത് 6 പോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, 7 എന്നുള്ളത് 6 പോലെ എഴുതുന്നു. 8 എങ്ങനെ എഴുതുക? ഇതുപോലെ എഴുതും. ഓക്കെ, ഇങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് 8നെ ഇങ്ങനെ ഇടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യം മൈൻഡിലേക്ക് വെച്ചാൽ മതി. 8 ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെയാണ് സംസ്കൃതത്തില് 8 എഴുതുക. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 8 9 എങ്ങനെയാണ്? 9 10 കണ്ടോ? യെസ്, വളരെ സിമ്പിൾ ആണ്. ആകെ ഒരു ചേഞ്ചസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് 5 എഴുതുന്നത് 4 പോലെ ആയിരിക്കും. ആ കാര്യം മനസ്സിലേക്ക് വെക്കുക. 5 എഴുതുന്നത് 4 പോലെയാണ്. ഇനി 6 എന്ന് പറയുന്നത് 3 എങ്ങനെയാണോ എഴുതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. 3 നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അല്ലെ, ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് 6 വരുന്നത്. 7 എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ ആലോചിക്കുക, 6 കഴിഞ്ഞാണ് 7. അപ്പൊ 6 പോലെയാണ് 7 എഴുതുന്നത്. 8 എന്ന് പറയുമ്പോ ഇത് ആലോചിക്കുക, 8 ആക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? എഴുതാൻ വേണ്ടി പറ്റും. 8 9 നമ്മൾ ഇങ്ങനെയല്ല എഴുതുക അല്ലെ. അതിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് തിരിച്ചെടുത്തു. അത്ര മാത്രമേ ഉള്ളൂ. 10 മനസ്സിലായല്ലോ. ഇനി നമ്പേഴ്സ് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നാല് ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. യെസ്,